ആദ്യമായിട്ട് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുവൈറ്റിൽ വന്നിട്ട് 11 മാസമായി. അഖണ്ഡ ജപമാല എന്ന സംഭവം എനിക്ക് അറിയില്ല. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് ഇങ്ങനെ അഖണ്ഡ ജപമാലയെ പറ്റി പറഞ്ഞു തരികയും ലിങ്ക് അവിടെ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് തരികയൊക്കെ ചെയ്തു. അതിനുശേഷം എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി. അപ്പോൾ അതിൽ നിങ്ങളുടെ നിയോഗം എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ട് അതിൽ വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ബ്രദറിനെ വിളിച്ചു. ബാബു ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഒരു നിയോഗമുണ്ട്, ഞാനത് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പോ ബാബു ബ്രദർ പറഞ്ഞു, നിയോഗം അതിൽ നിങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു. അപ്പൊ അതിൽ ഞാൻ ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിടുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ആദ്യം ടൈപ്പ് ചെയ്ത് അയച്ചു. ടൈപ്പ് ചെയ്ത് അയച്ചത് എൻ്റെ മോള് BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, 3ാം വർഷം. അപ്പൊ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷം സെക്കൻഡ് ഇയർ ഞാൻ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പൈസ അടച്ചു. പക്ഷെ ഈ വർഷം എന്നെ കൊണ്ട് താങ്ങുന്നുണ്ടായിരുന്നില്ല അത് അടയ്ക്കാൻ. അപ്പം ഞാൻ ഈ വർഷം ലോണിന് അപ്ലൈ ചെയ്തു. അത് കുറച്ച് അതിൻ്റെ ഒറിജിനൽ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് കോളേജുകാരും ബാങ്കുകാരും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ആ ഒരൊറ്റ നിയോഗം മാത്രമാണ് ഞാൻ എഴുതിയിട്ടത്. എനിക്ക് എൻ്റെ മോളുടെ ലോൺ അടയ്ക്കണം. മോള് വിഷുവിന് ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ലോൺ അടയ്ക്കണം എന്തായാലും. അപ്പോൾ ഒരു മാർഗം എനിക്ക് കാണാനുണ്ടായിരുന്നില്ല. ബാങ്കിൽ ഒരു കോളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ റൂമിൽ നിന്ന് തന്നെ ഞാൻ ഇത് മെസ്സേജ് വാട്സാപ്പിൽ ഇത് അയച്ചു. എനിക്ക് എൻ്റെ മോളുടെ ലോൺ ശരിയാക്കാൻ വേണ്ടി ഒരൊറ്റ നിയോഗം മാത്രം ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് തിരിച്ചൊരു 6:30 ആകുമ്പോൾ ഞാൻ റൂമിലെത്തി. 6:30 ആകുമ്പോൾ റൂമിലെത്തിയപ്പോൾ കുട്ടി വിളിച്ചു, അമ്മ. അപ്പച്ചൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ലോണ് പാസ്സായിട്ടുണ്ട്, ചൊവ്വാഴ്ച വന്നിട്ട് സൈൻ ചെയ്യാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ബ്രദറിനെ വിളിച്ച അതേ സ്പോട്ടില് 12:23 ഞാൻ ബ്രദറിനെ വിളിച്ചത്. 12:30 ആയപ്പോഴാണ് ഞാൻ മെസ്സേജ് എഴുതിയിട്ടത്. അതേ സ്പോട്ടിൽ തന്നെയാണ് എനിക്ക് ബാങ്കിൽ നിന്ന് ചേട്ടന്റെ ഫോണിലേക്ക് കോൾ വിളിക്കുന്നതും. അമ്മ മാതാവ് എനിക്ക് അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അവിടെ നൽകിയത്. കാരണം ഞാൻ ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ച ആ സമയത്ത് തന്നെ എൻ്റെ ആ നിയോഗം എനിക്ക് അവിടെ സാധിച്ചു തരികയാണ് ചെയ്തത്. അമ്മയുടെ ഈ പ്രതിഷേധത്തിന്റെ അനുഗ്രഹ വേളയിൽ എന്നെ ഒരു സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുകയാണ്.